ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി. ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതോടെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമാണ് ലോകത്തിന്റെ നിറുകയിൽ എത്തിച്ചേർന്നത്. രാജ്യമെമ്പാടും പലതരത്തിലുള്ള ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കേന്ദ്രീകരിച്ചുള്ള നിരവധി ദേശീയ, പ്രാദേശിക, സാംസ്കാരിക പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഓൺ ഡെർ ലൈൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയ്ക്കൊപ്പം അവർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അതോടൊപ്പം സംസ്ഥാനങ്ങളിൽ ഗവർണറും ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. My dear fellow citizens, Namaskar. We, the people of India at home and overseas, are going to celebrate Republic Day with fervor. I extend my heartfelt greetings to all of you on this national festival. The auspicious occasion of Republic Day gives us an opportunity to reflect on the status and direction of our country in the past, present and future. The force of our freedom movement changed the status of our country on 15th August 1947. India became independent. We became the architect of our own national destiny. Since 26 January 1950, we have been propelling our republic towards our constitutional ideals. On that day, our constitution was fully enforced. Bharat, the birthplace of democracy, was unshackled from the dominion system and our democratic republic came into existence. ഡിജിറ്റൽ രംഗത്ത് കേരളം സ്വീകരിച്ച നടപടികൾക്ക് മികച്ച ഫലം ലഭിച്ചെന്നും സംസ്ഥാനത്തെ ഓരോ പൗരനും ഡിജിറ്റലായെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. Particularly in our Kerala, we are very grateful to our austere people, rulers, leaders. All of them have given us highest cultural level. Our heritage is of highest level. We have been always considered as the leader in our religion. That is not only religion, in a dharma. We have been considered leaders in culture. We have been considered in modern day techniques also, made with education, health services or other social reforms. Kerala has always lead the way, and Kerala will also again lead the whole country. We have taken many progressive steps in our digital area. The digitization efforts by the state government have given good results, and because of this, every person in this state has gone digitized. That is what exactly we are thinking of. Our tradition and the modernization both can come together to celebrate our economy, celebrate our society. Our democracy itself has given us all these paths, all these ways how to work for the people. ഒരു റിപ്പബ്ലിക്കൻ നാട് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. സ്വാതന്ത്ര്യം എന്നത് ആരും നൽകുന്നതല്ല, അത് ത്യാഗത്തിലൂടെയും ധൈര്യത്തിലൂടെയും നേടിയെടുക്കേണ്ടതാണ്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നതാണ്. 1876
ബങ്കിം ചന്ദ്ര ചതോപാധ്യായയുടെ ഐതിഹാസിക ഗാനത്തിന്റെ സൃഷ്ടിയെ അനുസ്മരിക്കുകയാണ്. വന്ദേമാതരം ധൈര്യത്തിന്റെയും ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ്. വന്ദേമാതരം ഒരു ഗാനം എന്നതിലുപരി മാതൃരാജ്യത്തിന്റെ വൈകാരിക ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഹിന്ദി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുജിത് എൻ തമ്പി. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഭരണഘടന 1950 ജനുവരി 26 അംഗീകാരത്തിൽ വന്നതോടെ ഭാരതം ലോകത്തിലെ ഒരു സവിശേഷ രാജ്യമായി മാറി. ഭാഷ, വേഷം, ജാതി, മതം, ഭൂപ്രകൃതി എന്നിവയിലെല്ലാം ഇത്രയും വൈവിധ്യമാർന്ന മറ്റൊരു രാജ്യവും ഈ ഭൂമിയിൽ എവിടെയും കാണാനാവില്ല. നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടുന്നതിനായി ജീവത്യാഗം സഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് ഈ സുദിനത്തിൽ അഭിമാനത്തോടെ ഓർമ്മിക്കാം. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും പലവിധ ആക്രമണങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവയെ ധീരമായി ചെറുത്ത് തോൽപ്പിച്ച ആ ഉദ്യമത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരവോടെ ഓർക്കാം. ഈ ദൗത്യത്തിൽ നമ്മുടെ കേരളീയരായ ജവാന്മാരുടെ മഹത്തായ സേവനങ്ങളും ഓർമ്മിക്കാം. ഓരോ റിപ്പബ്ലിക് ദിനത്തിലും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിലൂടെ നമുക്ക് പുതിയ ലക്ഷ്യങ്ങളും അവയിലേക്കുള്ള ദൂരവും തെളിഞ്ഞു വരും. ഇതുവരെയുള്ള പ്രയാണത്തിൽ നാം ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ നമ്മൾ നേടിയ പുരോഗതി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മതിപ്പുളവാക്കിയിട്ടുണ്ട്. എന്നാൽ ഇനിയും നമുക്ക് ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ അതീവ പ്രാധാന്യമുള്ള വിഷയമാണ്. ഈ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല. ജല ദൗർലഭ്യതയെയും മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസം രാജ്യത്തിന്റെ സമഗ്ര വികാസത്തിന്റെ ആണിക്കല്ലാണ്. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം എത്താത്ത ധാരാളം ഇടങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ പൗരന്മാർക്കും ഉറപ്പാക്കുക എന്നത് ഗവൺമെന്റിന്റെ കർത്തവ്യമാണ്. എല്ലാവർക്കും തൃപ്തികരമായ രീതിയിൽ തൊഴിലും വേതനവും ലഭിക്കേണ്ടതുണ്ട്. ദുർബല ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, അവർ ശാക്തീകരിക്കപ്പെടുമ്പോൾ, അങ്ങനെയുള്ള സുസ്ഥിര വികസനത്തിലൂടെ മാത്രമേ നമുക്ക് വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. തുല്യനീതി എന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. സ്വാതന്ത്ര്യവും സമാധാനവും ശാന്തിയും ഉള്ള ഒരു രാജ്യത്തിന് ഇടർച്ചയില്ലാതെ മുന്നേറാനാകൂ. വൈവിധ്യങ്ങളുടെ നാടാണ് ഭാരതം. ആ വൈവിധ്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിനു പകരം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളും ഇന്ന് സജീവമാണ്. അവരെ കരുതിയിരിക്കണം. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നീ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുമ്പോഴേ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വളരാൻ കഴിയും. ജയ് ഹിന്ദ്. രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ അറ്റ് ഹോം ക്ഷണക്കത്ത് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രത്യേകതയാണ്. ശ്രദ്ധേയമായ മാറ്റമാണ് ഈ കത്തിലൂടെ സംജാതമായിരിക്കുന്നത്. ഒരു ക്ഷണക്കത്ത് എന്നതിലുപരി എക്കാലവും സൂക്ഷിച്ചു വയ്ക്കാവുന്ന തരത്തിലുള്ള ഒരു കലാസൃഷ്ടിയാണ് ഇത്. രാഷ്ട്രപതിയുടെ അറ്റ് ഹോം ക്ഷണക്കത്ത് ലഭിച്ച പത്മശ്രീ SRD പ്രസാദ്. റിപ്പബ്ലിക് ദിനത്തിലെ രാഷ്ട്രപതി തന്നെ നേരിട്ടിട്ട് ക്ഷണനം തന്നിട്ടുണ്ട്. അവിടെ ഡൽഹിയിലെത്താനും അവിടുത്തെ ഒരു അറ്റ് ഹോം അതിൽ പങ്കെടുക്കാനും. അപ്പോൾ അതിന് വലിയൊരു ഓണറായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിലപ്പുറം വലിയൊരു ഓണർ കിട്ടാനില്ല. അപ്പോൾ അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ദിനത്തിന് എനിക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇൻവിറ്റേഷൻ രാഷ്ട്രപതി ഭവനിലെ ഒരു ഗെറ്റ് ടുഗദറിന് പങ്കെടുക്കാൻ. പക്ഷേ അതേ ദിവസം തന്നെ അന്തമാനില് പരാക്രം ദിവസ് എന്ന് പറഞ്ഞിട്ട് മിലിറ്ററിക്കാരെ ഒരു വലിയ ഏർപ്പാടുണ്ടല്ലോ. അതിന് കളരിയിലെ 10 കുട്ടികളെയും കൂടി കൊണ്ടുപോയിട്ട് അവിടെ ഒരു പ്രദർശനം, 3 പ്രദർശനം നടത്താൻ പറഞ്ഞത്. അപ്പോൾ അത് 26-ാം തീയതി അതിൽ നിന്ന് റിട്ടേൺ ആണ്. ആ കുട്ടികളും ആയുധങ്ങളും ഒക്കെ ആയിട്ട് പോകണം എന്നുള്ള ഒരു പ്രത്യേക ഇൻവിറ്റേഷൻ ഉണ്ട്. അവിടെയും ഇതേപോലെ ഡിഗ്നിറ്ററീസ് ഒക്കെ പങ്കെടുക്കുന്നവർ, ചിലപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഉണ്ടായിന്ന് വരും. അപ്പോൾ അങ്ങനെ ഇത് ഒരു ഓണർ, മറ്റത് വേറൊരു ഓണർ. അങ്ങനെ ഇക്കൊല്ലത്തെ റിപ്പബ്ലിക് ദിനത്തിന് 2 ഓണർ കിട്ടി. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പാരമ്പര്യവും പാരിസ്ഥിതിക സൗഹൃദ ആശയങ്ങളും കൈത്തറിയുടെ കരവിരുതും ഉപയോഗിച്ചാണ് ക്ഷണക്കത്ത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം,
ത്രിപുര, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രകൃതി പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്ന എറിക് സ്റ്റോളും ഇതോടൊപ്പം ലഭിക്കുന്നു. ത്രിപുരയിലെ കൈത്തറി നെയ്ത്തുകാരുടെ ബാംബു മാറ്റാണ് ക്ഷണക്കത്തിന്റെ കവറായി ഉപയോഗിച്ചിരിക്കുന്നത്. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനാണ് കത്ത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ട വെച്ചൂച്ചിറ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ 2ാം വർഷ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ശ്രീ യോഗേഷിനും രാഷ്ട്രപതിയുടെ അറ്റ് ഹോം ക്ഷണക്കത്ത് ലഭിച്ചിട്ടുണ്ട്. ശ്രീ യോഗേഷ്: ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ ഈ കോളേജിൽ NSSന്റെ ബേസിൽ പരേഡിന് വേണ്ടിയിട്ട് പങ്കെടുത്തിരുന്നു. പരേഡിൽ കിട്ടിയില്ലെങ്കിലും രാഷ്ട്രപതി ഭവനിലേക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന സൈനിക പ്രദർശനത്തിൽ പരേഡുകൾ, ആയുധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, ടാങ്കറുകൾ, മിസൈലുകൾ എന്നിവ പ്രദർശിപ്പിക്കും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്നു. ഫ്ലൈപാസ്റ്റിൽ റഫേൽ, Su-30, MKI മിഗ് തുടങ്ങിയ വിമാനങ്ങളും അപ്പാച്ചെ, LCH പ്രജന്റ് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടുന്നു. സാൻസ് കാർപോണി, ബാക്ട്രിയൻ കാമൽ, ആർമി ഡോഗ് എന്നിവയെല്ലാം പരേഡിന്റെ ഭാഗമാണ്. സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫ്ലോട്ടുകൾ പരേഡിന് മിഴിവേകും. കേരളത്തിന്റെ 100% ഡിജിറ്റൽ സാക്ഷരതയും നേട്ടവും വാട്ടർ മെട്രോയുമാണ് കേരളത്തിന്റെ ടാബ്ലോയുടെ പ്രമേയം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 2500ഓളം കലാകാരന്മാർ സാംസ്കാരിക കലാപരിപാടികൾ അവതരിപ്പിക്കും. കർഷകർ, ശാസ്ത്രജ്ഞർ, സംരംഭകർ, വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ, വനിതാ സംരംഭകർ, തൊഴിലാളികൾ തുടങ്ങി 10,000ഓളം പേരാണ് പ്രത്യേക അതിഥികളായി പരേഡ് കാണാൻ എത്തുന്നത്. ഇത് വെറും ഒരു പരേഡല്ല, പോരാട്ടത്തിൽ നിന്ന് ശക്തിയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയുടെ ഓർമ്മപ്പെടുത്തലാണ്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം കൂടി റിപ്പബ്ലിക് ദിനത്തിൽ ആചരിക്കുന്നതോടെ രാഷ്ട്രം അതിന്റെ ഭൂതകാലത്തെ പ്രതിഭകളെ ആദരിക്കുകയും ഭാവി കാലത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുകയാണ്. വന്ദേമാതരത്തിന്റെ ആത്മാവ് ജനഹൃദയങ്ങളിൽ ഒളിമങ്ങാതെ നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുകയാണ്. രാഷ്ട്രത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അനേകം ധീരരക്തസാക്ഷികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ അവസരത്തിൽ ഓർമ്മിക്കാം. ഇന്ത്യയുടെ ജനാധിപത്യമാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. സ്വാതന്ത്ര്യം ജന്മാവകാശമാണ്. അത് സംരക്ഷിക്കുക. എല്ലാ ശ്രോതാക്കൾക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.